ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറായി ബീച്ചിന്റെ ഭാഗങ്ങളാട്ടോ. രണ്ട് സൈഡും നല്ല ചെമ്മീൻ കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വഴി കൂടെ നമ്മൾ പോയി അങ്ങോട്ടേക്ക് ചെമ്മീൻ കെട്ട് കണ്ടോ. ഫുള്ള് നല്ല അടിപൊളി ചെമ്മീൻ കിട്ടുന്ന സ്ഥലമാണിത്. പക്ഷേ മഴക്കാലം ആകുമ്പോഴൊക്കെ വെള്ളം കയറുന്ന ആയിരിക്കും, ഭയങ്കര വെള്ളം കയറുന്ന സ്ഥലമായിരിക്കും. ഇത് നല്ല സെറ്റപ്പ് ആണോ. രണ്ട് സൈഡും നമ്മുടെ ഒരു ആലപ്പുഴ കുട്ടനാട്ടിൽ കൂടെ പോകുന്ന ഒരു ഫീലിങ്സ് അതിലൂടെ പോകുമ്പോൾ അല്ലേ. കുട്ടനാട് പോകുന്ന പോലെ തന്നെ ഏകദേശം തോന്നുന്നു. രണ്ട് സൈഡും ചെമ്മീൻ കെട്ടാണ്. എന്റെ അമ്മയെ വലിയ മീനുകൾ, നല്ല അടിപൊളി ഇതോ, ഇഷ്ടം പോലെ മീനുകൾ. അങ്ങനെ നമ്മൾ കുഴിപ്പുള്ളി ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും താണ്ട അടിപൊളി മീൻ കെട്ടുകളാണ്. ചെമ്മീൻ കെട്ടുകളാണ്. നല്ല അടിപൊളി ചെമ്മീൻ കെട്ട്, നല്ല തണുത്ത കാറ്റ് വന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്ന ഒരു ഫീലിംഗ്, ഒരു വൈബാണ് എന്റെ പൊന്നു ഫ്രണ്ട്സ്. ഇതുണ്ട് അതിന്റെ നല്ലൊരു വീടുണ്ടോ. ആ വീട് വിൽക്കാൻ ഇട്ടേക്കുന്ന വീടാണ്. നിങ്ങൾക്ക് ആർക്കും വേണം മേടിച്ചാണത്. നല്ല നല്ല അടിപൊളി നല്ല ബീച്ച്. പക്ഷെ വെള്ളം കയറുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതാ പറഞ്ഞ് വിൽക്കാൻ ഇട്ടേന്ന് പോലെ. വിൽക്കാൻ ഇട്ടത് വീടാണ്. ഇതുണ്ടോ, അടിപൊളിയാണ്. നിങ്ങൾ എവിടേക്ക് ഉള്ളവരെ കണ്ടെങ്കിൽ നമുക്ക് കമന്റ് ഇടാം കേട്ടോ. നമ്മുടെ വീഡിയോക്കൊക്കെ താഴെ വരുമ്പോൾ കമന്റ് ഇടുക. നല്ല നല്ല സൂപ്പർ സ്ഥലം കേട്ടോ. നല്ല തെങ്ങിൻ തോപ്പും അടിപൊളി വ്യൂ ആണ്. നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നടക്കുന്ന നല്ല സൂപ്പർ സ്ഥലമാണ്. വലിയ എന്താ പറയുക, ഒരുപാട് വണ്ടികളൊന്നും വന്നു വണ്ടികളുണ്ടോ. അപ്പൊ എനിക്ക് അവര് ഒന്നും വഴിയല്ല. പക്ഷെ അവര് വന്ന ഈ വഴിയല്ല. ഞങ്ങൾ ഏതൊക്കെയോ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകുതിക്ക് വന്നപ്പോൾ നമുക്കൊരു ഒരു എന്താ പറയാ, വഴി തെറ്റിപ്പോയോന്നൊരു. കാരണം ഞങ്ങൾ മറ്റേ ഇതുണ്ട്, മണലാണ്, പേടിയാണ്. വണ്ടി വല്ല കറങ്ങി പോയെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഇത് നല്ല വഴി കേട്ടോ. കുറച്ച് വഴി അഴുക്ക് വഴിയാണ്, കല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണാനില്ല. ടാറിങ് അല്ലായിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോവാണ് നല്ല വഴി കൂടെ. ബീച്ചിലോട്ട് ചെല്ലുന്ന വഴിയാണെന്നാണ് പറയുന്നത്, അറിയത്തില്ല. നല്ല വഴിയാണ്. യുവർ ഡെസ്റ്റിനേഷൻ ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞു. നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പോവാണ്. നല്ല രസമാണ്. അങ്ങനെ നമ്മൾ താണ്ട് ഗേസ് നമ്മള് കുഴിപ്പള്ളി ബീച്ചിലോട്ട് എത്തി. നമ്മൾ നേരെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. ഇപ്പൊ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്. ഞങ്ങൾ വണ്ടി നൈസായിട്ട് പാർക്ക് ചെയ്യട്ടെ. ഓരോ വണ്ടി അവിടെ വിടും അല്ലേ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ താണ്ട് കുഴിപ്പള്ളി ബീച്ചിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു ക്യാമറാമാന്മാർ, നമ്മുടെ പത്രവാർത്തക്കാർ വരുന്നവരാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നില്ല. മൈക്കൊക്കെ പിടിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ നമ്മുടെ വണ്ടി അവിടെ നമ്മൾ നിർത്തിയിട്ടു. നമ്മുടെ ഫാമിലി ആൾക്കാരെല്ലാം അങ്ങോട്ട് പോയി. ഇവിടെ നിന്നപ്പോൾ എന്റെ വൈഫിന് ആദ്യം പറഞ്ഞു എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റിൽ നമുക്ക് ചെറുകടികളൊക്കെ ഒരു കടയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കുഴിപ്പള്ളി ബീച്ചിൽ കൂടെ എനിക്ക് നടക്കുമ്പോൾ ഓർമ്മ വന്നത് മാലദ്വീപിലെ കടലിലെ മണവും അടിച്ച് ഞാൻ നടക്കുമ്പോൾ ഇത് മാലദ്വീപ് അല്ലല്ലോ എന്നാണ് അന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവിടുത്തെ മണമടിച്ചപ്പോൾ എനിക്ക് മാൽദീവ്സിനെ ഓർക്കാനേ തോന്നിയില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് കാണാൻ നല്ല വറുത്ത കോളിഫ്ലവർ ഉണ്ടായിരുന്നു. നല്ല ചുമന്നിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ട്, നമ്മുടെ മുളക് ബജ്ജി ഉണ്ട്, നമ്മുടെ ബ്രെഡ് ഫ്രൈ ചെയ്തുണ്ട്, നമ്മുടെ ഏത്തക്ക ബോളി ഉണ്ട്, ഏത്തക്കാപ്പാന്ന് തിരുവനന്തപുരംകാർ പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും സാധനം ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടേ? കോളിഫ്ലവർ ചേച്ചി, ഇത് കോളിഫ്ലവർ. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് കോളിഫ്ലവർ ആണ്. സോറി, പെട്ടെന്ന് എനിക്ക് സന്തോഷ് ജോർജ് കുളങ്കരയുടെ ഒരു ശബ്ദം എന്റെ മനസ്സിലോട് കയറുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് ഉപയോഗിച്ചത്. ഓക്കെ.
അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കോളിഫ്ലവർ ട്രൈ നോക്കാം. അപ്പൊ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടി. അപ്പൊ ഫസ്റ്റിൽ ഇതാണ് നല്ല ചുമന്ന് ഇരിപ്പുണ്ട്, കണ്ടത് നല്ല ചുമന്ന് നമ്മുടെ ഇരിപ്പാണ്. ഫസ്റ്റിൽ ഞാൻ ട്രൈ നോക്കട്ടെ. സൂപ്പർ സാധനമാണ്. കണ്ട ചേച്ചി പുറകെ കൊണ്ട് വറുത്ത് കൊണ്ട് തട്ടു. അതുകൊണ്ട് അടിപൊളി സാധനമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രൈ നോക്കി, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് മേടിച്ചുകൊണ്ട് നേരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. നിങ്ങൾ എടുത്തോ, നിങ്ങൾ ഓരോ പീസ് എടുത്തു. ഇതാണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ വന്ന് നോക്കി കണ്ട് എന്നാ താഴെ പോയി. ഓക്കെ, വിളിക്കും. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാണ്ട് വീണ്ടും ബീച്ചിലോട്ട് പോകുന്നുണ്ട്. കാണിച്ച് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ നല്ല ചുമന്നിരിക്കുന്നത്. ഇത് ഒറിജിനൽ ആണോ ആർട്ടിഫിഷ്യൽ കളറാണോ അറിയില്ല. ഞങ്ങളിത് മേടിച്ച് നേരെ പോകുന്നത്. ഒരുപാട് പട്ടികളുണ്ട്, വണ്ടിക്ക് അടിയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വണ്ടി കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് എടുക്കാൻ നേരം ആകുമ്പോൾ എല്ലാവരും വണ്ടിയുടെ അടിഭാഗം നോക്കണം കേട്ടോ. കാരണം പട്ടികൾ കിടപ്പുണ്ട് അവിടെ, ഒരുപാട് പട്ടികൾ കിടപ്പുണ്ടല്ലേ. അപ്പൊ ശ്രദ്ധിക്കണം, വണ്ടിക്ക് അടി ചിലപ്പോൾ നിങ്ങൾ കയറി കിടക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഇതിന്റെ കോളിഫ്ലവർ ഒക്കെ മേടിച്ച് നമ്മുടെ അമ്മമാരും ചേട്ടന്മാരും പെങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവരവിടെ കണ്ടത് ബീച്ചിൽ താടി കളിക്കുവാണ്. കൊച്ചിനാണെങ്കിൽ ബീച്ച് കണ്ടപ്പോൾ അടിപൊളി ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ ബീച്ച് വന്നു. ഇല്ല ചേട്ടാ, ഞങ്ങൾ ബീച്ച് വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അതുപോലെ അടിപൊളി ബീച്ചാണ് ഇത്. അങ്ങ് ദൂരെ ഇത് അല്ലേ. പക്ഷെ ഭയങ്കര റഫായിട്ട് കിടന്ന വെള്ളമാണ് അതല്ലേ. കടല് ഭയങ്കര റഫാണ്, എന്റെ കല്ലങ്ങി കിടക്കുവാണ്. എന്നിരുന്നാലും കൊള്ളാം. ഇന്ന് എല്ലാവരും ഓടുക. ഇതാണ് അങ്ങനെ ഞങ്ങൾ കോളിഫ്ലവർ ഫ്രൈ തീർന്നു കേട്ടോ. കോളിഫ്ലവർ ഫ്രൈ തീർന്നു പോയി. കുഴപ്പമില്ല. ഞങ്ങളിങ്ങനെ വലിയ ആൾക്കാരൊന്നുമില്ല, പറയത്തൊക്കെ വലിയ ഒരുപാട് ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇവിടെ പട്ടികളുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലേ ഇതുങ്ങൾ നമ്മുടെ പുറകിൽ നിന്ന് മാറുകയില്ല കേട്ടോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ മെയിൻ കേസ് വണ്ടിക്കടി നോക്കണം. വണ്ടി നമ്മൾ എപ്പോഴും എടുക്കും, വണ്ടിക്കടി നോക്കണം പട്ടി കിടപ്പുണ്ടോന്ന്. ഇവിടെ ഇങ്ങനെ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇതിനുള്ള കുടയൊക്കെ ഉണ്ട്. ഇത് ചില കുടയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ നിൽക്കാം. കുടയൊക്കെ ഉണ്ടല്ലേ, അടിപൊളി കുടയൊക്കെ ഉണ്ട്. നല്ലൊരു ബീച്ചാ, പക്ഷെ ആൾക്കാരൊന്നുമില്ല. ഇവിടെ നേരത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സാധനം ഭയങ്കര കടല് ഭയങ്കര റഫായത് മാറ്റി വെച്ചെന്നാ പറഞ്ഞ ആൾക്കാര്. ഇതല്ലേ മീൻപിടുത്തക്കാര് പോകുന്നു, അതിനിടെ കൂടെ കുഞ്ഞു കപ്പലുകൾ, ഇതൊക്കെ വെള്ളം കലങ്ങി അടിച്ച കടല് കിടക്കുന്നത്. അതുകൊണ്ട് ഒന്നും കാണാനില്ല നമുക്ക്. അങ്ങ് നോക്കിയാൽ ഉള്ളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ, കുറെ പേര് അവിടെ ഇരിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ ചെറായിലുള്ള കുഴിപ്പള്ളി ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അടിപൊളി യാത്രയായിരുന്നു. അധികം ആൾക്കാരൊന്നും കാണാനില്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്ഥലമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ കാണാൻ വരിക. നല്ല സൂപ്പർ സ്ഥലമാണ്. പിന്നെ വെള്ളം ഇച്ചിരി റഫാണെങ്കിലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടെ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ബൈ.